ഈ വർത്തമാനം ഇന്നിവിടെ ചരിത്രത്തിൽ വായിച്ചറിയുമ്പോൾ നമ്മുടേതല്ല, അതൊന്ന് ഓരോരുത്തരുതല്ലേ എന്ന് നാം ആശ്വസിച്ചിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ പടിവാതിക്കൽ ഈ സംസാരത്തിന്റെ വക്താക്കൾ, രാഷ്ട്രീയ ഭിക്ഷാന്തലികൾ നമ്മോട് പറയുന്ന ഖേദകരമായ വസ്തുതയാണ് നമുക്കിന്ന് കേൾക്കാനും കാണാനും അനുഭവിക്കാനും സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് BOT എന്ന് പറയുന്ന ഈ ടോൾ, ഈ സമരം എപ്രകാരമാണ് അതിനർത്ഥമാക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടത്. കേരളം 1000 സമരങ്ങളുടെ ഭൂമിയായിരുന്നു. സമരങ്ങളുടെ നിലസ്ഥാനമായിരുന്നു കേരളം. അത് നമ്മുടെ മണ്ണിന് വേണ്ടി, നമ്മുടെ അവകാശത്തിന് വേണ്ടി, നമ്മുടെ ധാർമ്മിക ബോധത്തിന് വേണ്ടി നാം സമരം ചെയ്തുവെങ്കിൽ ഇന്ന് നാം സമരം ചെയ്യുന്നത് അതേ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. നടക്കാനും, ഇരിക്കാനും, കുടിക്കാനും, കിടക്കാനും, ജീവിക്കാനും, മരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി നാം സമരം ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ, സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ ഇപ്രകാരം ഒരു സമരവ്യവസ്ഥിതിയെ നാം അഭിമുഖീകരിക്കേണ്ടി വന്നത്? നമ്മുടെ ജനിച്ചു വിടുന്ന മക്കൾ, നമ്മുടെ പിറന്നു വിടുന്ന മക്കൾ ആരുടെയോ അടിമയായിക്കൊണ്ട് നാമും അടിമയാകും, നമ്മുടെ മക്കളും അടിമയാകുന്ന ഒരു അടിമത്ത സമ്പ്രദായത്തിലേക്ക് ഈ രാജ്യത്തെ നയിച്ചതാരാണ്? നാം കാലാകാലങ്ങളിലായി വോട്ട് കൊടുത്തുകൊണ്ട് അധികാരത്തിലെത്തിയ അധികാരിക വർഗം നമ്മളോട് ഇക്കാലം എത്ര എന്താണ് ചെയ്തത്? അവർ പറയും, അങ്ങ് എറണാകുളം സിറ്റിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, തിരുവനന്തപുരം സിറ്റിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, കോഴിക്കോട് സിറ്റിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, നോക്കൂ നമ്മൾ അമ്പരചുംബികളായ ബിൽഡിംഗുകൾ നിങ്ങൾ കാണുന്നില്ലേ, അമ്പരചുംബികളായ കമാനങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? എന്റെ ഈ വികസനം സാധ്യമായത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയുമോ? പാവപ്പെട്ട് നമ്മൾ ചിന്തിക്കും, ശരിയാണ്, നമ്മുടെ കേരളം 39,864 ചതുരശ്ര സ്ക്വയർ കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ കൊച്ചു കേരളം ഇത്ര മഹത്തരമായ ഒരു വിപ്ലവത്തിലേക്ക്, മഹത്തരമായ ഒരു വിജയത്തിലേക്ക് കൈവരിച്ച് ഉയർന്നോടിയ എങ്ങനെയാണ്? നമ്മുടെ ഭരണകർത്താക്കളുടെ മെടുക്കൊണ്ടാണോ? അല്ല. എന്റെയും നിങ്ങളുടെ വീട്ടിൽ ഫ്രിഡ്ജുണ്ട്, AC ഉണ്ട്, വാഷിംഗ് മെഷീനുണ്ട്, നമ്മുടെ പോക്കറ്റുകളിൽ 10,000-നും 20,000-നും മൊബൈലുകളുണ്ട്. പക്ഷേ നാം ഓർക്കുക, ഇതൊന്നും നമ്മുടെ സ്വന്തമല്ല. പിറന്നു വീഴുന്ന കുഞ്ഞുകൾ, എനിക്കോ നിങ്ങൾക്കോ നമ്മുടെ പേരക്കിടകൾക്കോ ഈ കേരളം മണ്ണിൽ പിറന്നു വീഴുന്ന മക്കൾ 67,734 രൂപ IMF-ന് കടക്കാരായിക്കൊണ്ടാണ് ഇന്ന് നമ്മുടെ എന്നുകിറെ മക്കൾ, എന്റെ എന്നുകിറെ മുതിർന്നമാർ നമ്മുടെ വീടിനകത്തലകിലോ ആശയത്തോടെ അകത്തലകിലോ നമ്മുടെ മക്കൾ പെറ്റിടുമെന്ന് ഓർക്കണം. ഇവിടത്തെ വിടാന്തമായി തുടർന്ന് അടിമത്ത വ്യവസ്ഥയിലേക്ക് വരുന്ന ജനതയെ തള്ളിവിടാൻ പര്യാപ്തമാകുന്ന വിധം ഒരു ഭരണ സംവിധ ഇവിടെ വരുത്തിച്ചെടുത്ത് അവർക്ക് ഓശാരമാടുന്ന അധികാരിക വർഗത്തെ തീറ്റിപ്പറ്റുവാൻ ജനകീയമായ പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഞങ്ങളുടെ ബഹുമാന്യ ജില്ലാ പ്രസിഡന്റ് തുടക്കത്തിൽ പറഞ്ഞു, വിപ്ലവ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ. പക്ഷേ വിപ്ലവത്തിൽ അക്രമങ്ങളിലോ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ അതിന്റെ പാഠം സ്വീകരിക്കുന്നില്ല. 100% ശരിയാണ്. പക്ഷേ ഞാനത് തീർത്തു പറയുന്നു, വലത് കവളം തടിക്കുമ്പോൾ ഇതാ അടിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇടത് കവളം കാണിക്കാൻ തയ്യാറല്ല. തീർച്ചയായും ഇവിടെ വന്നിരിക്കുന്ന സഹോദരങ്ങളും സഹോദരിമാരും തീർച്ചയായും ഇവരൊരു വെടിവെക്കുമെങ്കിൽ അതിന്റെ ആദ്യത്തെ വെടിവെപ്പ് അത് ഞങ്ങളുടെ ഹൃദയത്തിലേക്കാവാം. ആദ്യത്തെ ലാത്തിയടി എന്റെ തലയിലാവും എന്ന പ്രഖ്യാപനത്തിൽ, എന്ന ദൃഢമായ വിശ്വാസത്തിലാണ് ഇന്ന് ഞങ്ങൾ കിടന്നുറങ്ങിയത്. ഇനി ഈ മണ്ണിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്തത് തീർച്ചയായും എന്റെ ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോ അടികൊള്ളാതെ പോകാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഉമ്മൻചാണ്ടി, നിന്റെ കയ്യിൽ മറ്റൊരു പോലീസ് ഉണ്ടെങ്കിൽ ബഹുമാനായ ഉമ്മൻചാണ്ടി പറഞ്ഞയക്കുക. ഇവിടെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങൾ വളരെ സംയമനത്തോടുകൂടി ഞങ്ങളുടെ ഭാഗത്ത് ഒരു തരത്തിലുള്ള പ്രകോപനമില്ലാത്തതിന്റെ പേരിൽ അവരച്ചടക്കത്തിൽ നിൽക്കുന്നു. അവർ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷനാ. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യക്ക് മാത്രമല്ല, ഈ രാജ്യത്തെ ജനകീയ വിശ്വാസമുള്ള, ജനാധിപത്യ വിശ്വാസമുള്ള മുഴുവൻ കേരള പൗരന്മാർക്കും അവർ താങ്ങും തലനുമാണ്. അവർ ഞങ്ങൾ ബഹുമാനിക്കുന്നു, അവർ ഞങ്ങൾ സ്നേഹിക്കുന്നു. അവരുടെ ലാത്തിയടി ഞങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ പോലും ഞങ്ങൾക്ക് അവരോട് പ്രതിഷേധപ്പെടാവില്ല. കാരണം ഞങ്ങളുടെ ലക്ഷ്യമാകൊണ്ട് അവരും ഓരോ കുടുംബവും ജീവിക്കുന്നത്. ഇവിടെ എന്റെ കഴിഞ്ഞ പ്രസംഗം സൂചിപ്പിച്ചു, അവർക്ക് ശമ്പളം കിട്ടുന്നു, നമുക്കൊന്നും കിട്ടുന്നില്ല. നമ്മുടെ ശമ്പളമില്ലാൽ ഈ ജനതയുടെ സ്വാതന്ത്ര്യത്തിനുള്ള പോരാട്ടം, അതിന്റെ അന്തരഫലം സമീപഭാവിയിൽ, അത് വിദൂരമല്ല സമീപഭാവിയിൽ വളരെ അടുത്തെത്തിയിരിക്കുന്നു. അതിന്റെ തിക്തഫലങ്ങൾ ഇവിടുത്തെ ഭരണവർഗം അനുഭവിക്കുകയും അതിന്റെ ശുദ്ധമായ ഫലങ്ങൾ ഇവിടുത്തെ ജനവിഭാഗം അനുഭവിക്കാൻ പോകുന്ന ഒരു കാലഘട്ടം അത് വിദൂരമല്ല. അത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. തീർച്ചയായും പ്രതിഷേധങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഒരു കാലഘട്ടമാണ്. സംഘടനകളുടെയും സമരങ്ങളുടെയും കാലഘട്ടമാണ്. ഒട്ടനവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മൾ കണ്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം ആ സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ എപ്രകാരമാണോ ജനത രൂപപ്പെട്ടത്, എപ്രകാരമാണോ വിപ്ലവ പ്രസ്ഥാനം രൂപപ്പെട്ടത്, എപ്രകാരമാണോ ഇവിടുത്തെ ജനവിഭാഗത്തിന്റെ മനോമുഖരങ്ങളിൽ പ്രതിഷേധത്തിന്റെ അലക്കടലിരമ്പിയത്, അപ്രകാരം അതിന്റെ 100 മടങ്ങ് വ്യാപ്തിയിൽ, ശക്തിയിൽ ഒരു ജനസമൂഹം പാവപ്പെട്ടു വരുന്നു. അത് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ സംഭാവന ചെയ്യുന്ന ഒരു വിഭാഗമായിരിക്കും, അതിൽ സംശയമില്ല. എല്ലാവിധ വിപ്ലവാഭിവാദ്യങ്ങളും ഈ സമരം വിജയിക്കുക തന്നെ ചെയ്യും. ഇത് വിജയിക്കുക തന്നെ ചെയ്യും. ഞാനതിന് ആദ്യം ഇവിടെ നിന്നുകൊണ്ട് രക്തവും മാംസവും ജീവനും ഞാൻ സംഭാവന
പഠിക്കുന്നു. നിങ്ങൾക്ക് വിപ്ലവാഭ്യാസങ്ങൾ. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, വെൽഫെയർ പാർട്ടി സിന്ദാബാദ്, വെൽഫെയർ പാർട്ടി സിന്ദാബാദ്. ലോകത്തെങ്ങും കേട്ടിട്ടില്ല, ലോകത്തെങ്ങും കേട്ടിട്ടില്ല, ഈ ഒരു വഞ്ചന കേട്ടിട്ടില്ല, ഈ ഒരു വഞ്ചന കേട്ടിട്ടില്ല. മുതലാളിക്ക് കൊള്ളയടിക്കാൻ, മുതലാളിക്ക് കൊള്ളയടിക്കാൻ പൊതുജനത്തിൻ സഞ്ചാരപാത, പൊതുജനത്തിൻ സഞ്ചാരപാത ഒട്ടിയടക്കും ഈ വഞ്ചന, ഒട്ടിയടക്കും ഈ വഞ്ചന. സ്വന്തം ജനതയെ ദ്രോഹിക്കുന്ന, സ്വന്തം ജനതയെ ദ്രോഹിക്കുന്ന ക്രൂരത ഞങ്ങൾ നിർത്തിക്കും, ജീവൻ നൽകി ജീവിതം നൽകി, ജീവൻ നൽകി ജീവിതം നൽകി സ്വാതന്ത്ര്യത്തിൻ പോരാടും, സ്വാതന്ത്ര്യത്തിൻ പോരാടും. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, വെൽഫെയർ പാർട്ടി സിന്ദാബാദ്, വെൽഫെയർ പാർട്ടി സിന്ദാബാദ്.